നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നവീൻ ബാബു കേസിൽ എന്ത് സംഭവിച്ചു? നവീൻ ബാബു കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചതിന് ശേഷം നവീൻ ബാബുവിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ കോടതി ചോദിച്ചിരുന്നു. ഇത് കൃത്യമായ സർക്കാരിനോട് ചില കാര്യങ്ങൾ കൃത്യമായി തന്നെയാണോ അന്വേഷണം നടക്കുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. 12-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ അടുത്ത ഇനി കോടതി പരിഗണിക്കുക. പക്ഷേ അവിടെ ഉണ്ടായ ഇന്നത്തെ ഏറ്റവും വലിയ സംഭവ വികാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, കേസ് അന്വേഷിക്കാമോ എന്ന് CBI യോട് ചോദിച്ചപ്പോൾ CBI അന്വേഷിക്കാമെന്ന് സമ്മതിച്ചു എന്നുള്ളത് തന്നെയാണ്. സർക്കാരിനെ ശരിക്കും വെട്ടിലാക്കിയത് അതാണെന്നാണ് തോന്നുന്നത്. കാരണം സാധാരണഗതിയിൽ പലപ്പോഴും CBI കോടതി ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് കൃത്യാന്തര ബാഹുല്യമാണ്, ഇതിന് സമയമില്ല എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ കൃത്യമായി സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ട് CBI ഞങ്ങൾ കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഏൽപ്പിക്കുന്ന പല കേസുകളും CBI കോടതി വന്നിട്ട് ഞങ്ങൾക്ക് സമയമില്ലെന്ന് പറയാറുണ്ട്. പലപ്പോഴും പറയാറുണ്ട്. അത് സത്യമാണ്. അന്നും പറഞ്ഞതാണ്. അവർക്ക് മൊത്തത്തിൽ 10,000-3000 ജീവനക്കാരെ ഈ രാജ്യത്ത് മുഴുവനൂടെ ഈ മകളിൽ നിന്ന് DGP മുതൽ ഡയറക്ടർ മുതൽ താഴെ വരെ കോൺസ്റ്റബിൾ വരെ ഉള്ളൂ. ഇതെല്ലാം കൂടി സംസ്ഥാനത്ത് അന്വേഷിക്കാൻ പറഞ്ഞല്ലേ പറ്റത്തില്ല. അപ്പം ഇവിടെ എനിക്കൊന്ന് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഓരോ ഓഫീസുണ്ട്. എനിക്ക് ഓരോ DYSPമാരോ മറ്റോണെന്നാണ് അവരെ പദവി അനുസരിച്ച്. ഒരു SP സ്റ്റേറ്റിനുണ്ടെന്ന് തോന്നുന്നു. DSPമാരാണ്, CIമാർ തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. നന്ദകുമാർ മേനോനൊക്കെ ഇരുന്നപ്പോൾ അത് SP ആയിരുന്നു. അങ്ങനെ ഒരാളായിരിക്കും ചുമതലക്കാരൻ. അവരുടെ കീഴിൽ ഇപ്പം ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്ത് ഓഫീസിലെ കൂടി 1-8 പേര് കാണും. കൊച്ചിയിലും കാണും ഒരു 10 തന്നെ. അതെല്ലാം കേസ് അന്വേഷിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇവർക്ക് ഒരു സ്റ്റേറ്റിൽ ഇവർക്ക് 10, 18 അല്ലെങ്കിൽ 20 പേര് താഴെ ഇവർക്ക് ജീവനക്കാരായിട്ടുള്ളൂ. അപ്പോൾ ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. സർക്കാർ ഈ കാര്യത്തിൽ എന്താണ് തലകൂരാൻ നോക്കിയത്? വേണ്ട, പാർട്ടി പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. എനിക്ക് ഇതിനകത്ത് ഇടയ്ക്ക് കോടതിയിൽ ഈ കേസ് ആദ്യം പരിഗണിച്ചിരുന്ന ജഡ്ജിൻ്റെ ബെഞ്ചിൽ ഇത് മാറ്റിയിരുന്നു പെട്ടെന്ന്, രണ്ടാമത്തെ കേസ്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, പങ്കുവയ്ക്കാൻ ചെയ്തിരുന്നു. ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇടപെടൽ നടന്നോ? കാരണം കോടതി അത്ര എളുപ്പത്തിലൊന്നും സ്വാധീനിക്കാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ജഡ്ജിമാർ മനുഷ്യരാണല്ലോ. ചില ജഡ്ജിമാരൊക്കെ ചില കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാം. ജസ്റ്റിസ് മണികുമാറിൻ്റെ കാലത്ത് നമ്മളത് കണ്ടതാണ്, പിന്നീട് പലരും പറഞ്ഞതുമാണ്. പക്ഷേ ഇപ്പോൾ CBI കേസ് അന്വേഷിച്ചോളാം എന്ന് പറയുന്നു. കേസിൻ്റെ ഇവരിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു. അത് ശരിയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ലോജിക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കാരണം പ്രതിയായിരിക്കുന്ന യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് CPMൻ്റെ നേതാവാണ്. അപ്പോൾ CPMൻ്റെ പോലീസ് അന്വേഷിച്ചാൽ നീതി കിട്ടത്തില്ല എന്നുള്ള ലോജിക്ക് ഇതിൽ ഉൾപ്പെടുന്ന മുഴുവൻ പേരും CPMകാരാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരള പോലീസ് അന്വേഷിച്ചാൽ, എന്ന് മാത്രമല്ല ഈ പല കേസുകളും വീണ്ടും അന്വേഷിക്കാൻ ഈ കോടതി തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പം അത്തരം സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് CBI അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാധ്യതയുണ്ട്. ഇനി അഥവാ CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നില്ലെന്ന് കരുതുക, ഈ അപേക്ഷ തള്ളിയെന്ന് വയ്ക്കുക, സുപ്രീം കോടതി അപ്പീലിന് പോകാം. ഇത് ഡിവിഷൻ ബെഞ്ചാണെന്ന് തോന്നുന്നു. സിംഗിൾ ബെഞ്ചാണ്. സാധാരണ ഹൈക്കോടതിയിൽ വരുന്ന ഇത്തരം വിഷയങ്ങളെല്ലാം സിംഗിൾ ബെഞ്ച് എടുക്കത്തുള്ളൂ. ഡിവിഷൻ ബെഞ്ച് എടുക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഡിവിഷൻ ബെഞ്ചാണ്. ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ ബെഞ്ചുണ്ടല്ലോ, അവർക്ക് ദേവസ്വം ബെഞ്ചുണ്ട്. അതുപോലെ അപ്പീലാണ് പൊതുവെ ഡിവിഷൻ ബെഞ്ച് എടുക്കുന്നത്. പിന്നെ അത്ര പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതെല്ലാം സിംഗിൾ ബെഞ്ചാണ് പൊതുവെ എടുക്കുന്നത്. അപ്പം ഇതൊരു സാധാരണ ആപ്ലിക്കേഷനാണല്ലോ. ആ ആപ്ലിക്കേഷൻ പൊതുവെ സിംഗിൾ ബെഞ്ച്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആയിരുന്നു നേരത്തെ, ഇപ്പോൾ ആരാന്ന് എനിക്കറിയത്തില്ല. ആദ്യം ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആയിരുന്നു, ഇപ്പം മാറിയെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ വകുപ്പ് മാറി, എല്ലാ ജഡ്ജിമാർ മാറി. ഇപ്പോഴത്തെ ആരാന്നറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇത് ഒരു സർക്കാരിനും കോടതിക്ക് മേൽ സമ്മർദ്ദം കിട്ടുന്ന ഒരു സാധനമാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം CBI അങ്ങോട്ട് പറയുകയാണ്, ഞങ്ങൾ റെഡി. കോടതിക്ക് എങ്ങനെ പറയാൻ കഴിയും? മാത്രമല്ല ഇത് കഴിഞ്ഞാൽ സുപ്രീം കോടതി, ഈ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ എന്തെങ്കിലും ഒരു താല്പര്യം ഒരു കോടതി, ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിക്ക് ഉണ്ടെന്ന് കരുതുക, എങ്കിൽ പോലും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയാൽ, സുപ്രീം കോടതി വിധി റദ്ദ് ചെയ്താൽ ഇത് അവരുടെ കരിയറിനെ അവർ ഭാവിയിൽ സുപ്രീം കോടതിയിലൊക്കെ പോകാനായിട്ട് ഇത് കണക്ക് കൂട്ടും. ഒരാളെ സുപ്രീം കോടതിയിൽ എടുക്കാനായിട്ട് എടുക്കുന്ന ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്ന് ഇവർ കൈകാര്യം ചെയ്ത കേസുകളാണ്. അപ്പോൾ താഴത്തെ ഹൈക്കോടതി എത്തിച്ചിരിക്കുന്നൊരു വിധി സുപ്രീം കോടതി റദ്ദ് ചെയ്താൽ അത് ആ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള അവരുടെ അവസരത്തിന് അല്പം ഒരു നെഗറ്റീവ്, സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങൾ ചിലപ്പം അവർക്ക് പിന്നീട് ദോഷകരമാകാം. മാത്രമല്ല ഒരു കേസിനെ അവരെങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഔട്ട്ലൈൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് തീർച്ചയായിട്ടും നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് അനുകൂലമായൊരു വിധിയായി വരുമെന്ന്. അല്ല, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കും എന്ന് പറഞ്ഞ CPMൻ്റെ ഈ നിലപാടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPM സംസ്ഥാന സെക്രട്ടറിയും എല്ലാവരും മറികടം ചാടി. അല്ല, CPMൻ്റെ നിലപാടെല്ലാം അങ്ങനെയാണല്ലോ. അവർക്കങ്ങനെ ഒരു പരസ്യമായ നിലപാടും ജനങ്ങൾക്ക്
ഒരു ജനഹിതമെതിരാണെങ്കിൽ അവർ പരസ്യമായി എടുക്കുന്ന നിലപാടല്ല പിന്നിൽ കളിക്കുന്ന നിലപാട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് റോഡടച്ച് സ്റ്റേജ് കെട്ടിയതാണ് നമ്മൾ കണ്ടതാണല്ലോ. ആലോചിച്ചത്. എന്നിട്ട് പറഞ്ഞത് അനുമതി ഉണ്ടെന്ന്. അതെങ്ങനെ അനുമതി കിട്ടുന്നത്? ഏരിയ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ അനുമതി വാങ്ങിയത്. അനുമതി വാങ്ങിയെന്ന് സ്വാഭാവികം ചോദിക്കും. അല്ല, ആരിൽ നിന്ന് പറഞ്ഞ അനുമതി എങ്ങനെ കൊടുക്കും? ആ അനുമതി കൊടുത്ത് ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം. ഒരു പൊതുഗതാഗതം നിരോധിച്ചിട്ട് പൊതുജനങ്ങൾ പോകുന്ന വഴിയിൽ പന്തൽ കെട്ടി പരിപാടി നടത്താൻ അനുമതി കൊടുക്കുകയാണെങ്കിൽ ആ അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥനെ സർവീസ് വഴി നടന്നുകൊണ്ട് സ്റ്റേജ് കെട്ടാൻ പാടില്ലെന്ന് കോടതി ഉത്തരവുള്ളതാണ്. കോടതി അലക്ഷ്യം. കോടതിയുടെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ജില്ലാ കോടതി സമുച്ചയത്തിന്റെ മുന്നിൽ തന്നെയാണ്. അപ്പോൾ ആ അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥനെ പിരിച്ചു. തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. ആണ്. അല്ല, പോലീസുകാരാണോ ഡ്യൂട്ടി വെച്ചിരുന്നത്? നിങ്ങൾ വാഹനം തിരിച്ചു പോകൂ എന്ന് പറഞ്ഞാൽ അത് CPM ഒരു നിയമം, മറ്റുള്ളവർക്കൊരു നിയമം. പണ്ട് ഞങ്ങൾക്ക് കോടതിയും പോലീസും ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. അതെ അതെ അതെ. മറ്റൊരു സംഭവം കൂടി ഇതിനോടനുബന്ധിച്ചുണ്ടായിട്ട് രാജ്ഭവൻ, അതായത് കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ളൊരു പരാതി ഇവർക്ക് പണ്ട് മുതലേ ഉണ്ട്. എപ്പോഴും അങ്ങനെയുണ്ട്. ഭരണ ഒരുമിച്ചെന്നുള്ളതാണ് എപ്പോഴും പറയും. അപ്പം ഇവർ പറയുന്നത് കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ. ദേശാഭിമാനിയൊക്കെ എടുത്ത് നോക്കിയാലേ അത് അറിയത്തുള്ളൂ. ഞാൻ ഒത്തിരി ദിവസം കൂടി ദേശാഭിമാനി എടുത്തുനിന്ന് പരിശോധിച്ച് നോക്കിയായിരുന്നു ഒരു വാർത്ത. അപ്പോഴാണ് അതിനകത്ത് മുഴുവൻ ഇതാണ്. അതിൻ്റെ പ്രധാന കാരണം അവർ പറയുന്നത് വയനാടിന് വേണ്ടിയിട്ട് സഹായം ചെയ്തില്ല എന്നുള്ളതാണ്. കേന്ദ്ര സഹായം വയനാടിന് ചെയ്തില്ല എന്നുള്ളത്. അത് കുറച്ച് ശരിയുണ്ട്. വയനാടിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് ഒരു പ്രഖ്യാപിച്ചിട്ടില്ല. MP പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ MP പോയി കണ്ടത് പ്രിയങ്കയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അമിത്ഷാ ഇന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കൊടുത്തപ്പോൾ തന്നെ അമിത്ഷാ മറുപടി കൊടുത്തിട്ട് പറഞ്ഞു, പ്രധാനമന്ത്രി അവിടെ പോയിട്ട് ഞങ്ങൾ സഹായിക്കാം. ആദ്യം എല്ലാ സംവിധാനം ഒരുക്കി കൊടുത്തു. ദുരിതാശ്വാസ ഫണ്ട് കുറച്ച് മുമ്പേ കേന്ദ്ര സഹായം അവിടെ എത്തിക്കഴിഞ്ഞില്ല. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊരു പ്രോജക്റ്റ് തരൂ എന്ന് പറഞ്ഞിട്ട് 3.5 മാസം കഴിഞ്ഞ് നവംബർ മാസം 15-ാം തീയതിയാണ് തന്നതെന്ന് പറഞ്ഞു. അതായത് കേന്ദ്രത്തിന് കേരളം പ്രോജക്റ്റ് കൊടുത്ത് നവംബർ 15 ഇവർ കേന്ദ്രവിരുദ്ധ സമരം തുടങ്ങി. ഇവർക്കൊരു പ്രോജക്റ്റ് കൊടുക്കാൻ 3.5 മാസം വേണ്ടി വന്നു. എന്നിട്ട് ഇതാ 2 ആഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ ഇത് കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒരാൾ തീരുമാനിക്കേണ്ടല്ലോ. എത്രയോ വകുപ്പുകൾ കണ്ട് കൺകറൻസ് കൊടുക്കേണ്ട സംഗതിയല്ലേ ഇത്? അല്ല, ഇവർ മനസ്സിലാക്കേണ്ടുന്ന കാര്യം തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് കൊടുങ്കാറ്റും മഴയും വന്നതേ ഉള്ളൂ. അവർ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. അവിടെ ഇവിടെ ഇവരെന്ത് ചെയ്തെന്ന് അറിയാമോ? എന്നിട്ട് കോടതി പോയിരിക്കുക. 2 ആഴ്ച മുമ്പാണ് റിപ്പോർട്ട് കൊടുത്തത്. ഇത് വളരെ ഈ സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന ഒന്നാണ്. എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണല്ലോ. കേന്ദ്രത്തിന് റിപ്പോർട്ട് എടുക്കാൻ പറയുമ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, അവസാനം കൊടുത്ത റിപ്പോർട്ട് കൃത്യമല്ല. ഇതുപോലെ ഒരുപാട് പറയാതെ നേരത്തെ ചുമ്മാ വായിച്ചിരിക്കും. ഒരാളെ അടക്കാൻ 75,000 രൂപ 1 രൂപ പോലും കൊടുത്തിട്ടില്ല. അതും അടക്കെന്ന് പറഞ്ഞാൽ മരിച്ച എല്ലാവരെയും അടക്കിയതാണ്. മനുഷ്യന് സാമാന്യ ബുദ്ധിയെ പോലും പരീക്ഷിക്കുന്ന രീതിയിൽ ഇത്തരം റിപ്പോർട്ട് എഴുതി കൊടുത്ത ആരാണെന്ന് അത് അന്വേഷിക്കേണ്ടി വരും. ഇതൊന്നും കാണുന്നില്ലേ? ഇവർക്ക് പിണറായി വിജയൻ ഒന്നാമത്തെ കാര്യം തലയിൽ മോളയില്ല, ആകെപ്പാടെ വരട്ടാൻ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ശിവശങ്കർ പലവണ പറഞ്ഞു എന്നല്ലേ പറയുന്നത്? അതെ, ശിവശങ്കറിനെ പോലെ ഒരാളുണ്ടായിരുന്നപ്പോഴാണ് കാര്യങ്ങൾ നടന്നിരുന്നത്. ശിവശങ്കർ പെണ്ണ് കേസിൽപ്പെട്ട് പുറത്തായതോടെ, മറ്റേ കേസും തെളിഞ്ഞിട്ടില്ല, പുറത്തായതോടെ പിണറായിക്ക് ആരുമില്ല. പിന്നെ പിണറായിയെ പേടിക്കുന്ന സ്തുതിപാഠകരേ ഉള്ളൂ. പിന്നെ മിടുക്കൻ ശശിയാണ്. പക്ഷെ ശശിയുടെ താല്പര്യങ്ങൾ ഭയാനകമാണ്, ഞെട്ടിക്കുന്ന താല്പര്യങ്ങളാണ്. അത് വ്യക്തമായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ ഭരണം മുമ്പോട്ട് പോകൂ എന്ന് വേണം നമ്മൾ നിഗമനം. ജനങ്ങളെ ശരിക്കും വെല്ലുവിളിക്കണം. ഇന്നലത്തെ ഈ പഞ്ചുയർത്ത സംഭവം കാണുമ്പോഴേ ഞങ്ങൾ തീരുമാനിക്കും ഈ റോഡിൽ കൂടെ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറയുന്നത്. ഒരു സ്കൂൾ ബസ്സും ഒരു ബൊലേറോ ജീപ്പും തമ്മിൽ ഇങ്ങനെ സ്പർശിച്ച് നിൽക്കുന്ന ഒരു വിഷയം ഇന്നലെ കണ്ടിരുന്നു. എനിക്കിതിലൊന്നും അത്ഭുതമില്ല. ഇപ്പം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ കണ്ടില്ലേ ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയെ അവൻ്റെ കൊടിമരത്തിനെ കൊടി കെട്ടാൻ പറഞ്ഞു. അവൻ നാട്ടിലെ DFI നേതാവും കൂടെയാണെന്ന്. അല്ല അല്ല അവർക്കിപ്പം വേറെ ആരോട് അവർ മെക്കിട്ട് കയറുന്ന അവിടെ CPM SFI ഉള്ളൂ, വേറെ ആരും ഇല്ലാതെ പിന്നെ ആരോടെങ്കിലും ഈ പറയുന്ന മെക്കിട്ട് കയറുന്നവന്മാർ കഞ്ചാവായിരിക്കും. അപ്പോൾ ഒരു ഭിന്നശേഷിക്കാരൻ ഒരാളിനെ ഈ മരത്തിൽ പറഞ്ഞു കയറ്റണമെങ്കിൽ സ്വഭാവം ഇല്ലാത്തവനായിരിക്കും. അല്ല, കഞ്ചാവ് അടിക്കുന്ന ടീംസ് ആണ് ഇതിനെയൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇവന്മാർക്ക് ആരുടെയും പുറത്ത് കയറണം. പുറത്ത് കയറാൻ അവിടെ SFI ഉള്ളൂ, ABVP KSUക്കാരും ഇല്ല. ഞാൻ പഠിച്ചത് അവിടെയാണല്ലോ. അവസ്ഥ അറിയാലോ. 80കളിലാണ്. അന്ന് ഇത്തരം ഭീകരാവസ്ഥയൊന്നും ഇല്ല. ഈ മയക്കുമരുന്നടിക്കാരൊന്നും ഒന്നും അവിടെ ഇല്ല. ഇപ്പോഴാണല്ലോ മയക്കുമരുന്ന്. നമുക്കൊക്കെ 2 കള്ള് കുടിക്കുക, കള്ള് ഷാപ്പിൽ പോകും. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് ഷാപ്പിൽ പോക്കായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു വിനോദം എന്ന് പറയുന്നത്. കാരണം ഷാപ്പായിരുന്നു നമുക്കവിടെ എല്ലാം. ഞാൻ കാഞ്ഞിരപ്പള്ളി സെൻറ് ജോൺസ് കോളേജിലാണ് പഠിച്ചത്. അപ്പം അവിടെ പാറത്തോടും എന്ന സ്ഥലത്തൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കോളേജിൻ്റെ ഇത് പറയാം ഞങ്ങളുടെ കോളേജ് 60 വർഷം പൂർത്തിയാക്കുക, കാഞ്ഞിരപ്പള്ളി സെൻറ് ജോൺസ് കോളേജ്. ഇതിൻ്റെ വളരെ സങ്കടമുള്ളൊരു വാർത്തയാണ്. ഇതിൻ്റെ വജ്ര ജൂബിലി ആഘോഷം നടക്കുവാണ്. ഈ വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ 68 മുതൽ 2024 വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനം ഈ ഡിസംബർ മാസം 27-ാം തീയതി സെൻറ് ജോൺസ് കോളേജ് നടത്തുവാണ്. ഡിസംബർ 27. അതിനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതൊരു 24 മണിക്കൂർ കൊണ്ട് 1000 പേര് കഴിഞ്ഞു. പല വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം
അത് 68 തുടങ്ങിയതല്ലേ, കൊല്ലത്രേ അത്ര അന്ന് മുതലുള്ള 50 വർഷം ആളുകളെല്ലാം ആദ്യമായിട്ട് ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഇങ്ങനെ നിറഞ്ഞ് പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ ആളുകൾ എത്തുക. എനിക്ക് സങ്കടം അതൊന്നുമല്ല, ഞാനന്ന് ഇവിടെ ഇല്ല, ഞാൻ UK ആ സമയത്ത്. അതൊരു ഭയങ്കര മിസ്സിംഗ് ആണ് എന്തായാലും. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹത്തോടെ കാഞ്ഞിരപ്പള്ളി എൻ്റെ സഹപാഠികളെയൊക്കെ കാണണമെന്നൊക്കെ കുറേ പേര് വിളിച്ചു. നമ്മുടെ ചാക്കോ പോൾ എന്ന് പറഞ്ഞ് ഗൾഫിലെ, ഇപ്പം അന്ന് ഞങ്ങളുടെയൊക്കെ കോളേജിൽ ജോജി വാളിപ്പിളാക്കൽ അവരൊക്കെ അവിടുത്തെ ഭാരവാഹികളായിരുന്നു, ഞങ്ങളുടെ സീനിയേഴ്സ് ആയിരുന്നു. അവരൊക്കെ എന്നെ വിളിച്ചു. ചാക്കോ പോളെ, പിന്നെ കോട്ടയത്തെ നോബിളില്ലേ BJPയുടെ നേതാവ്, അന്നത്തെ തീപ്പൊരു നേതാവായിരുന്നു KSUവിൻ്റെ, അവരൊക്കെ വിളിച്ചു. റെജി സക്കറിയ, കുറേ അധികം ആളുണ്ട്. ഒരുപാട് പേരുണ്ട്. നമ്മുടെ മാതൃഭൂമിയിലെ വാർത്ത വായിക്കുന്ന മാധു ഞങ്ങളുടെ പഠിച്ചാണ്. പിന്നെ പല മേഖലയിലുള്ള ഷാനവാസ്, ഇപ്പം DPI ഷാനവാസില്ലേ, ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ പല മേഖലയിലുള്ള എൻ്റെ ബാച്ച്മേറ്റാണ്. ഇപ്പം മുല്ലപ്പെരിയാറിലെ DYSP ഒരു രാജ്മോഹനുണ്ട്, എൻ്റെ ബാച്ച്മേറ്റാണ്. ഒരുപാട് പേരോട് പഠിച്ചതാണ്. അപ്പം പക്ഷേ എനിക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു യൂണിവേഴ്സിറ്റി കോളേജ് പിന്നെ ഇങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി പരിപാടി ഒരിക്കൽ സംഘടിപ്പിച്ചിരുന്നാണ്, പിന്നെ ഒന്നും അറിഞ്ഞില്ല, എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ. പിന്നെ അങ്ങ് പോയി, ഞങ്ങളൊക്കെ പോയിരുന്നു. നിങ്ങളെയൊക്കെ സംഘടിപ്പിച്ച വലിയ സംഭവമാണ്. എത്ര 150 വർഷമോ 150 വർഷമല്ലേ. ഡോക്ടർ KR നാരായണൻ, എത്രയും മുഖ്യമന്ത്രിമാരും എല്ലാവരും പഠിച്ചതല്ലേ, പട്ടനാണുള്ളതൊക്കെ പഠിച്ചതല്ലേ. അദ്ദേഹം മൈ കോളേജ് എന്നേ പറയുമായിരുന്നു, യൂണിവേഴ്സിറ്റി കോളേജ് ഒന്നും പറയില്ലായിരുന്നു. കാരണം പ്രതിഭ എന്നെ കൊണ്ടുവച്ചത്. ഞാൻ 5 വർഷം പഠിച്ചതാണ്, പ്രീ ഡിഗ്രിയും ഡിഗ്രിയും അവിടെ തന്നെ പഠിച്ചു. 87 എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞെങ്കിലും ഞാൻ ആ വർഷം ചേർന്നില്ല. ഞാൻ ഒരു കൊല്ലം ഗ്യാപ്പ് ഇയർ എടുത്തു. ഗ്യാപ്പ് ഇയർ എന്നൊക്കെ സ്റ്റൈലിൽ പറയും. 88 മുതൽ 93 വരെ ഞാൻ 5 കൊല്ലം സെൻറ് ജോൺസ് കോളേജിലായിരുന്നു. ഞങ്ങളുടെ ബാച്ചുകാർ ഒരുപാട് പേരുണ്ട് ഇവിടെ. എനിവേ, നമ്മുടെ കോളേജിലെ പ്രശ്നം തൽക്കാലം അങ്ങ് പോകുമായിരിക്കും, അല്ല എന്ത് ചെയ്യാം, അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് കൊച്ചി സ്മാർട്ട് സിറ്റിയാണ്. ഞാൻ ഈ 2016 നമ്മളന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണല്ലോ ഭരിക്കുന്നത്. നമ്മൾ കടുത്ത ഉമ്മൻചാണ്ടി UDF വിരോധികളാണ്. അന്ന് നമ്മൾ ആഞ്ഞടിക്കുവാണ്. എന്ന് വെച്ചാൽ അടിക്കാൻ ന്യായമുണ്ട്, കാരണം അന്ന് അഴിമതിയും ഒരുപാട് ബാർക്കോഴയും എല്ലാ വിഷയങ്ങളുണ്ട്. പക്ഷേ അത് ഇപ്പം ഉള്ളതിനേക്കാൾ കുറവാണ്. പക്ഷെ അന്നുണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ബുദ്ധിയുള്ള CPM ആയിരുന്നു പ്രതിപക്ഷത്ത്. CPMന് ദേശാഭിമാനി എന്ന് പറഞ്ഞൊരു പത്രവും കൈരളി എന്ന് പറഞ്ഞ ചാനലും ഉണ്ട്. അപ്പം ഇവർക്ക് കൃത്യമായി ഡോക്യുമെൻ്റ് എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ മനോരമയുടെ ഒരു ലേഖകൻ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ദേശാഭിമാനിക്കാണ് ഡോക്യുമെൻ്റ് എടുക്കാം. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം CPMകാരാണ്. അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം സർക്കാരിനെ അട്ടിമറിക്കാൻ നിൽക്കുന്ന കാരണം ഒരു ഡോക്യുമെൻറ്റോട് സുരക്ഷിതമായിട്ടിരിക്കും. ഇപ്പം അങ്ങനല്ല, ഒരു ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഡോക്യുമെൻറ്റുകൾ തരും. ഇനി അന്ന് നമ്മുടെ ദേശാഭിമാനിലെ PM മനോജ്, മുഖ്യമന്ത്രിയുടെ PM മനോജാണ് ദേശാഭിമാനിലെ റെസിഡൻറ്റ് എഡിറ്റർ. അപ്പം മനോജിനറിയാം ദേശാഭിമാനി ഒരു വാർത്ത കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് മറുനാടനി വരുന്നതെന്ന്. അപ്പം ദേശാഭിമാനി പലപ്പോഴും അവർ ഡോക്യുമെൻ്റ് നമുക്ക് നൽകിയിട്ട് നമ്മൾ വാർത്ത കൊടുത്തതിന് ശേഷമായിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ അന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് കടുംവെട്ട്. റബ്ബറിൻ്റെ കടുംവെട്ട്. അതായത് റബ്ബറിൻ്റെ കാലാവധി കഴിഞ്ഞു, പിന്നെ അവസാനം കമത്തിടുക എന്ന് പറയും. കമത്ത് വെട്ടി പാല് മുഴുവൻ ചോർത്തിയെടുക്കുന്ന ഒരു പരിപാടി, അതിന് കടുംവെട്ട്. അന്ന് ഞങ്ങളിട്ട ഒരു വാക്കാണ് കടുംവെട്ട്. അന്ന് ഞങ്ങളിട്ട വാക്കാണ് പിന്നൽ പിണറായി എന്ന് പറയുന്നു, ഇരട്ടച്ചങ്കൻ ഒക്കെ ഞങ്ങളിട്ട വാക്കാണ്. അന്ന് നമ്മൾ ആ സമയത്തിട്ട വാക്കാണ്. എല്ലാം സ്വന്തമാക്കി അവര്. അപ്പോൾ ഈ കടുംവെട്ടെന്ന് പറഞ്ഞാൽ നമ്മളിത് തീർത്തെടുത്ത് കറന്ന് പറ്റിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കമാണ് ഈ സ്മാർട്ട് സിറ്റി പിണറായി വിജയൻ ചെയ്യുന്നത്. കാരണം ഇനി ഒരിക്കലും പിണറായി അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ പിണറായിക്ക് കൃത്യമായിട്ടറിയാം, പിണറായിയുടെ കാലം കഴിഞ്ഞു. CPMന് ഇനി അധികാരത്തൊന്നും വരാൻ ഇപ്പോഴെന്നല്ല, ഇനി ജീവിതകാലത്ത് CPM വരാൻ പോകുന്നില്ല. CPM തീർന്നു. കേരളത്തിൽ വലിയ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകാൻ പോവാണ്. ഈ CPMന് പതിയെ UDFൻ്റെ ഭാഗമായി ഏതെങ്കിലും ചെറിയ ഘടകകക്ഷിയായിട്ട് ഇന്ത്യ മുന്നണിയായി പറഞ്ഞ് നടക്കാൻ പറ്റും. പിന്നെ എന്തായാലും ആകെപ്പാടെ ഒരു ഭാഗ്യമുള്ളത് ഈ പാർട്ടി നേതാക്കന്മാരുടെ ആവശ്യത്തിന് കാശുണ്ടാക്കിയത് കാരണം ഇവന്മാർക്ക് പിന്നെ പെറോട്ട അടിക്കാൻ വേണ്ടി ബംഗാളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ട് ആവശ്യമില്ല. ആ ഗതി മക്കളും സെറ്റിൽ ആയിട്ടുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. അതുകൊണ്ട് ഇവരാരും പെറോട്ട അടിക്കാൻ വേണ്ടിയിട്ട് UPയിലേക്ക് പോകത്തില്ല. സത്യത്തിൽ UPയിലേക്ക് പോവുക ചെയ്യും. ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന മാതിരി ഇവിടെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ആ ഗതികൾ എന്തായാലും ഇല്ല എന്നൊരാശ്വാസം മാത്രമുണ്ട്. അപ്പം അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ അവസരം എന്ന നിലയിൽ വലിയ ഡീലുകളുടെ പിന്നാലെ പോകും. ഇപ്പം പിണറായിയുടെ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഈ കടുംവെട്ടായിട്ട് പദ്ധതി ഇട്ടിരുന്നത് ഈ സിൽവർ ലൈനായിരുന്നു. സിൽവർ ലൈനിൻ്റെ പ്രത്യേകത അത് ഏതാണ്ട് 66,000 കോടി രൂപയാണ് മൊത്തം കാണിക്കുന്നത്.
പക്ഷെ അതൊരു 1.5 ലക്ഷം കോടി രൂപ പോവല്ലോ, എക്സൈഡ് ആവുമല്ലോ 1.5 കോടി ആവും. കാരണം വെറുതെ കാണിക്കുന്ന കണക്ക് ഇത് ജനങ്ങളെ പറ്റിക്കാൻ. എന്നിട്ട് ഇതിൻ്റെ പ്രാഥമികമായ ഇടപാടുകൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ കൊടുക്കുന്നത് ഈ സബ് കോൺട്രാക്റ്റും ഉള്ള ഒരാളുകളൊക്കെ സബ് കോൺട്രാക്റ്റ് എടുക്കത്തുള്ളൂ. വലിയ ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് സബ് കോൺട്രാക്റ്റുകളും എല്ലാം കൊടുത്ത് ഇതിൻ്റെ സാധനങ്ങളെല്ലാം മേടിക്കാനുള്ള സാധനമെല്ലാം എത്തിച്ച് കമ്മീഷൻ പിടിക്കും. അപ്പോൾ ഈ മേടിക്കാനുള്ള കാശ് ലോൺ എടുക്കുക, ലോണാണല്ലോ. ഈ ലോൺ എടുത്തിട്ട് ഈ സാധനം എല്ലാം വാങ്ങും, എല്ലാ ഇടപാടും നടത്തി കഴിഞ്ഞ് ഇതിന് കിട്ടാനുള്ള കമ്മീഷൻ കിട്ടും. പിന്നെ ഇത് ഉപയോഗിക്കുന്നോ വേണ്ടെന്നുള്ള ആവശ്യമില്ല, അവരുടെ വിഷയമല്ല. ഇത് ലാഭകരമാണ് വിഷയം. ഇവരുടെ മുഴുവൻ പദ്ധതികൾ അങ്ങനെയാണല്ലോ. ഇവരുടെ ഫോൺ എന്തിയേ വലിയ ബഹളം ഉണ്ടാക്കുന്ന വലിയ എവിടെയാണ് അത്? ആർക്കെങ്കിലും വേണോ ഫോൺ? അതായത് ഇതെല്ലാം ഇവർ വലിയ പദ്ധതികൾ തുടങ്ങുന്നത് എല്ലാം ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് എല്ലാം തട്ടിപ്പ്. അപ്പോൾ ഇത് പ്രഖ്യാപിക്കുക, ആദ്യം അതിന് കൺസൾട്ടൻസ് കൊടുക്കുക, അതിൻ്റെ കമ്മീഷൻ. ഈ കൺസൾട്ടൻസിൻ്റെ കമ്മീഷനൊക്കെ സ്വപ്നയോട് സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യമായ കാര്യം, ഇവർ കൺസൾട്ടൻസ് കൊടുക്കുന്ന ഇൻ്റർനാഷണൽ സ്ഥാപനങ്ങൾക്കാണ്. അപ്പം PwC അല്ലെങ്കിൽ KPMG ഇങ്ങനെയുള്ള വലിയ ഇൻ്റർനാഷണൽ. അപ്പോൾ എന്താ വെച്ചാൽ കേൾക്കുമ്പോൾ ഇത് കൊള്ളാമല്ലോ, മൾട്ടിനാഷണൽ കമ്പനിയാണല്ലോ. പക്ഷെ അതിൻ്റെ ബുദ്ധി എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനികൾക്ക് ഇവരിവിടെ കൊടുക്കുന്ന കൈക്കൂലി പറഞ്ഞല്ല കൊടുക്കുന്നത്, കമ്മീഷൻ. അതായത് അവർക്കതിൻ്റെ വകുപ്പുണ്ട്, കമ്മീഷൻ കൊടുക്കുന്ന ഒരു ഈ ലോകോത്തര ഇത്തര കരാറുകളിലൊക്കെ തന്നെ ഈ കമ്മീഷനുണ്ട്. അപ്പോൾ ഈ കമ്മീഷൻ കൈപ്പറ്റുന്നത് ഇവിടെ ആയിരിക്കത്തില്ല, ലണ്ടനിലോ ദുബായിലോ ഒക്കെ ആയിരിക്കും. അതിനുള്ള ഇടയ്ക്കിടയ്ക്ക് ലണ്ടൻ വഴി അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോകും, തിരിച്ച് ദുബായ് വന്ന് താമസിക്കും. ദുബായ് പോകാതെ ഇപ്പോൾ ജീവിതമില്ല. ഈ ദുബായിലൊരു ഗുണമുണ്ട്, അവിടെ നിങ്ങൾ കൊണ്ട് കാശ് കൊണ്ട് കൊടുത്ത സോഴ്സ് ചോദിക്കത്തില്ല. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ 1 ലക്ഷം രൂപ കൊണ്ട് ബാങ്കിൽ കൊടുത്താൽ നമ്മൾ സോഴ്സ് കാണിക്കണം. അപ്പോൾ അവിടെ ഇതില്ല, അവിടെ സോഴ്സ് കാണിക്കണ്ട. വിദേശ കറൻസി നിങ്ങൾ അവിടെ ടാക്സ് ഇല്ലല്ലോ, ടാക്സ് അന്വേഷിക്കാൻ പോകുള്ളൂ, ടാക്സ് ഇല്ലല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സോഴ്സ് തരേണ്ട കാര്യം എന്നാ ഉള്ളത്? അതുകൊണ്ട് കള്ളപ്പണക്കാരെല്ലാം കൂടെ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചാൽ മതി. അപ്പോൾ അവിടെ കിട്ടുന്ന കാശ് നിങ്ങൾക്ക് ബാങ്കിലിടാം. എന്ന് മാത്രമല്ല ഇവരുടെ എല്ലാ മക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും NRIs ആയിരിക്കും. അത് ഈ മുന്നണി ഭേദമന്യേ എല്ലാവരുടെയും മക്കൾ NRI ആയിരിക്കും. NRIകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു NRI ആണെന്ന് കരുതുക, എനിക്ക് ദുബായിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് കരുതുക. ദുബായിലെ പറ്റത്തുള്ളൂ, മറ്റേ ഇത്തരം ടാക്സ് ഇല്ലാത്ത രാജ്യങ്ങളെ പറ്റത്തുള്ളൂ. ഞാൻ അവിടുന്ന് ഒരു ഇടനിലയുടെ ഭാഗമായിട്ട് എനിക്കൊരു 10 കോടി രൂപ ഒരാളവിടെ കൊണ്ട് തന്നു കരുതുക. ഞാൻ ഈ 10 കോടി രൂപ കൊണ്ടുപോയി ദുബായ് ബാങ്ക് അക്കൗണ്ടിൽ അവരത് സ്വീകരിക്കും, എൻ്റെ ഇൻകം ആവും, കാരണം ടാക്സ് ഇല്ല. എന്നിട്ട് എൻ്റെ ഇൻകം എനിക്ക് കേരളത്തിൽ NRI അക്കൗണ്ടിലേക്ക് മാറ്റാം. എനിക്ക് NRI അക്കൗണ്ട് ഉണ്ടല്ലോ. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് ഇവിടെ. നമുക്ക് NRI അക്കൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഞാൻ NRI ആണെങ്കിൽ നോൺ റെസിഡൻറ്റിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വകുപ്പുണ്ട്. അതെന്ന് വെച്ചാൽ വിദേശ കറൻസി അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ കറൻസി നമുക്ക് ഇങ്ങോട്ട് വരുക രാജ്യത്തിന് നല്ലതാണ്. റെമിറ്റൻസിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പം എത്ര ഫോറിൻ മണി ഇങ്ങോട്ട് വരുന്നു അത് രാജ്യത്തിന് നല്ലതാണ്. അപ്പം ഞാൻ ഇവിടേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? ഈ 10 കോടി രൂപ ഞാൻ എത്തിക്കുന്നത് 15,000 അല്ലെ എത്ര 1.5 മില്യൺ ഡോളറായിട്ടായിരിക്കും. അപ്പോൾ എൻ്റെ NRI അക്കൗണ്ടിൽ 15 കോടിയോ അല്ല 100 കോടിയോ കിടന്നാലും സർക്കാരിന് ചോദിക്കാൻ പറ്റത്തില്ല, പലിശയും ഇല്ല, അല്ല ടാക്സും ഇല്ല. ഇവിടെ ഉണ്ടാക്കുന്ന പലിശ കൊടുക്കണം. ഇവിടെ വന്നതിന് ശേഷം ഇതിവിടെ കിടന്ന് പെരുത്താൽ പലിശയ്ക്ക് ടാക്സ് കൊടുക്കണം. പക്ഷെ വരുന്ന ക്യാപിറ്റലിന് ക്യാഷ് കൊടുക്കണ്ട. ഇത് വെളുത്തു, ക്യാപിറ്റലിൽ തന്നെ നിൽക്കും. അതാണ് അത് എനിക്കെടുത്ത് ഞാൻ അറിയാണല്ലോ, ഇതെനിക്കെടുത്ത് ആർക്ക് വേണം വിതരണം ചെയ്യാം. അപ്പോൾ ആശാമാർ കൊണ്ടുവന്ന് എല്ലാവർക്കും എല്ലാ ഇടപാടും ഇവന്മാരുടെ മുഴുവൻ കള്ളപ്പണവും ഇങ്ങനെ വെളുത്ത് വരുവാ ചെയ്യുന്നത്. ഇത് തടയാൻ പ്രയാസമാണ്. അപ്പോൾ ഈ NRI ബാങ്ക് അക്കൗണ്ട് നിരന്തരം ഏർപ്പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെയാണ് ആരും ഇങ്ങോട്ട് ഒറിജിനൽ NRI മണി വരാതെ വരും. നമ്മൾ ഇടയ്ക്ക് സിനിമാ നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കള്ളപ്പണ ഇടപാടുകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പൊളിഞ്ഞു പോയി. ഏത് നമ്മുടെ കേരളയിൽ പോയി. അപ്പോൾ ഇനി ഒരു അവസരവും ഇല്ല, കാശില്ല. അപ്പോൾ ഇതെല്ലാം ലോൺ എടുത്തായിരുന്നല്ലോ, ലോൺ കിട്ടാതായി. കാരണം റിസർവ് ബാങ്ക് കൃത്യമായി കണക്ക് നോക്കി CAG ഓഡിറ്റ് പിടിച്ചോടെ കേന്ദ്രം ഈ 3% എന്ന് പറയുന്ന നമ്മുടെ ഈ GDPയുടെ 3% എടുത്താൽ മതിയെന്ന് തീരുമാനിച്ചു. ഇല്ല, അതുമില്ല. ഇത് ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, ദൂർത്തടിക്കണം, പലിശ കൊടുക്കണം. ഇത് 3 കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഏതാണ്ട് 70-80% തീർന്നു. പിന്നെ ഡെവലപ്മെൻറ്റ് പദ്ധതിക്ക് വേണ്ടിയിട്ട് എന്ത് ഡെവലപ്മെൻറ്റ് ഇല്ലല്ലോ, ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് രാജ്മോഹൻ ഇവർ ഈ സ്മാർട്ട് സിറ്റി കച്ചവടം, നമ്മളിതിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കണം. 2005-6 കാലയളവിലായിരുന്നു സ്മാർട്ട് സിറ്റിക്കുള്ള ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആ സമയത്താണ് ഉമ്മൻചാണ്ടി ഈ ഒരു PK കുഞ്ഞാലിക്കുട്ടി അന്ന് വ്യവസായ മന്ത്രിയായിരുന്നു. അദ്ദേഹം അവിടെ ദുബായ് ഇന്റർനാഷണൽ സിറ്റിയിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല, കുഞ്ഞാലിക്കുട്ടി മിടുക്കനായിരുന്നു.
സംശയമില്ല കാര്യത്തിൽ. അദ്ദേഹം അവിടെ പോകുന്നു, അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പോകുന്നു, അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. അങ്ങനെ തിരിച്ചിവിടെ വന്ന് പദ്ധതി തുടങ്ങാൻ പരിപാടിയിടുന്നു. അങ്ങനെ കൊച്ചിയിൽ നമുക്ക് അവിടെ കാക്കനാടുണ്ടല്ലോ സ്ഥലമുണ്ടല്ലോ, സ്മാർട്ട് സിറ്റി എടുത്തതുപോലെ 246 ഏക്കർ സ്ഥലമാണ് ഇവർക്ക് വിട്ടുകൊടുക്കുന്നത്. ടീക്കോ ദുബായ് ആസ്ഥാനമായുള്ള ഹോൾഡിംഗ് കമ്പനിയായ, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നേരെ ഒരുപാട് ചെയ്തിട്ടുള്ളവരാണ്. ഇവർക്കത് വിട്ടുകൊടുക്കുന്നു, അവർക്ക് അതിനുവേണ്ടി കരാറിൽ ഏർപ്പെടുന്നു. പക്ഷേ VS വന്നപ്പോൾ 2006 ആയപ്പോഴത്തേക്കും ഇതിന് കുറച്ച് സമയം കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്കും VS മുഖ്യമന്ത്രിയായി. VSന് പൊതുവെ ഇത്തരം കാര്യങ്ങൾ ഈ ഭൂഷണമൊക്കെ അല്പം സംശയമുള്ളതുകൊണ്ട് VS അതിൽ ഒരുപാട് താമസിച്ചു. അതെ, രണ്ട് പ്രത്യേകതയുണ്ട് അവിടെ. ഒന്ന്, VSന്റെ ഇടപെടൽ കാരണം അഴിമതിയുടെ കുറേ സാധ്യത അടഞ്ഞു. പക്ഷേ ആ പദ്ധതി പൊളിഞ്ഞു പോയി. എന്നുവെച്ചാൽ ഇതിൻ്റെ പ്രശ്നം 2005, 2006 IT ബൂം ഉണ്ടായപ്പോഴായിരുന്നു ഈ നിർമ്മാണത്തിൻ്റെ രംഗത്തിറങ്ങി. അന്ന് ചെയ്യേണ്ട കാര്യം പിന്നെ ചെയ്തിട്ട് കാര്യമില്ല, കാരണം ലോകത്തെല്ലായിടത്തും ഇതായിപ്പോയി. അല്ല, കുഞ്ഞാലിക്കുട്ടിയെ പോലെയാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നുള്ള. അദ്ദേഹം BBA കഴിഞ്ഞ ആളാണല്ലോ, അതേക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ്. MBA ആണെന്നുള്ള ബിസിനസ് പഠിച്ച ആളാണ്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു മന്ത്രി നമുക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു ചിന്തിക്കാൻ പോലും ഒരു കഴിഞ്ഞെന്നുള്ള നമ്മളെപ്പോഴാണ്. അല്ല, അപ്പോഴത്തേക്കും ഈ ചൈന എല്ലാം ചെയ്യാൻ തുടങ്ങി. ഈ കാലയളവിലാണ് ചൈന വളരുന്നത്. ഇവിടുത്തെ കമ്പനിയെല്ലാം ചൈനയ്ക്ക് പോയി. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കിവിടെ ചിലവ് കുറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് ഉള്ളതുകൊണ്ടും എന്നിട്ട് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് വരാൻ. ഇതെല്ലാം ചൈനയ്ക്ക് പോയി. പിന്നെ ഇതിന് പ്രസക്തി പോയി. ഇത് മാത്രമല്ല, പിന്നെ ഈ 5 കൊല്ലം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി വീണ്ടും കയ്യെ പിടിച്ചാൽ അല്പം വിട്ടുവീഴ്ചയൊക്കെ ചെയ്തിട്ടാണ് വീണ്ടും കരാർ നോക്കുന്നത്. ഈ കരാറിൽ ഒരു വലിയ വീഴ്ച പറ്റിയിരുന്നു. അത് ഉമ്മൻചാണ്ടി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞായിരുന്നു. അങ്ങനെയാണ് നഷ്ടപരിഹാരം വേണ്ടെന്ന് വെച്ചു. അതായത് ഇത് പണി നടത്തിയിട്ടില്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന വ്യവസ്ഥയില്ല. ഇല്ല, അത് സാധാരണ നോർമൽ കരാറിൽ സംഭവിക്കുന്നതല്ല. പക്ഷെ അതിന് ഞാൻ കുറ്റം പറയത്തില്ല, കാരണം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് ഇതിന് ഇൻട്രസ്റ്റ് പോയി. ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ് അവർ തിരിച്ചു കൊണ്ടുവരല്ലേ, വിട്ടുവീഴ്ച നമ്മൾ ഇൻട്രസ്റ്റ് പോയി. പക്ഷേ അന്ന് ഉമ്മൻചാണ്ടി ആവേശം കാണിച്ചു. ഏതാണ്ട് 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന് നിർമ്മാണം പൂർത്തിയായി. പിന്നെ പിണറായി വന്നതിന് ശേഷം 50,000 പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് 5,000 പേർക്കൊന്നും ഇതുവരെ 90,000 പേർക്കാണ് മൊത്തം 10 കൊല്ലം കൊണ്ട് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 50,000 പേർക്ക് തൊഴിലുണ്ടാണ്, 5,000 പേർക്ക് തൊഴിൽ കൊടുത്തിട്ടില്ല. 80 ലക്ഷം സ്ക്വയർ ഫീറ്റ് നിർമ്മാണമാണ് പറഞ്ഞിരുന്നത്, 6 ലക്ഷം സ്ക്വയർ ഫീറ്റ്. ബാക്കി മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇത് നടക്കത്തില്ല. അത് നിർത്തുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, ഒരു തെറ്റുമില്ല. നടന്നില്ല. പിന്നെ എന്തിനാണ് 246 ഏക്കർ സ്ഥലം ഇടേണ്ട കാര്യമില്ല. അത് ഈ പ്രോജക്റ്റ് തന്നെ, സ്മാർട്ട് സിറ്റി എന്ന പ്രോജക്റ്റ് തന്നെ വീണ്ടും ടെൻഡർ വിളിച്ച് മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിൽ തെറ്റില്ല. അതിനോട് പക്ഷേ 2 കാര്യങ്ങൾ ബാധകമാണ്. ഒന്ന്, എന്തിനവർക്ക് നഷ്ടപരിഹാരം കൊടുക്കും? ഇല്ലാത്ത വ്യവസ്ഥയിൽ അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊരു കച്ചവടമാണെന്നുള്ള ഉറപ്പ്. ഇങ്ങോട്ട് നഷ്ടപരിഹാരം കിട്ടേണ്ടതാണ്, ചോദിച്ചിട്ടില്ല. അല്ല, ഇങ്ങോട്ട് നഷ്ടപരിഹാരം കിട്ടേണ്ടതാണ്, നിയമമനുസരിച്ച് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് ചെയ്തിട്ടില്ല. പക്ഷേ എഴുതി വെച്ചിരിക്കുന്ന വകുപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇത് അവസാനിപ്പിച്ചു പോയാൽ നിങ്ങളിവിടെ മുടക്കിയതൊക്കെ ഞങ്ങളുടെ ഈ കെട്ടിടങ്ങളും സ്ഥലവും എല്ലാം നമ്മുടെ കയ്യിലെത്തും, ഇത് തിരിച്ചു കൊടുക്കാം എന്ന സർക്കാർ തയ്യാറാക്കുകയും, അവിടെയല്ല ഏറ്റവും വലിയ അപകടപത്രമല്ല, ബാജു ജോർജ് എന്ന് പറഞ്ഞ ഒരാളെയാണ് നേരത്തെ CEO ആയിരുന്ന ആള്. ഇതിന്റെ CEO ആയിരുന്നു എന്നുള്ളതല്ല, അയാൾ ഈ തുടക്കകാലത്ത് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി സർക്കാരിനോട് വന്നിരുന്ന ആളാണ്, ബാർഗൻ ചെയ്തിരുന്ന ആളാണ്, ജീവചാനൽ നിറഞ്ഞിരിക്കുന്ന ആളായിരുന്നു ഈ ബാജു ജോർജ്. എപ്പോഴും ഈ ബാജു ജോർജ് ആയിരുന്നു സ്മാർട്ട് സിറ്റിയുടെ ആള്, അതായത് മറ്റേ ഇവരുടെ ആള്, ടീകോമിന്റെ ആള്. അവർ പ്രതിനിധിയായിട്ട് ചർച്ചയ്ക്കെല്ലാം വരുന്ന ഇദ്ദേഹമായിരുന്നല്ലോ. ആ ടീകോമിന്റെ ആളെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി കമ്മിറ്റി വെക്കണമെങ്കിൽ എത്ര കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടായിരിക്കും? വിചിത്രമാണ്. എനിക്ക് എത്ര നഷ്ടപരിഹാരം തരണമെന്ന് എൻ്റെ ഒരാളിനെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ ചോദിച്ചിട്ടില്ല. അപ്പം ഇതിൻ്റെ ഇടപാട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡീലാണ്. അതായത് ഞാൻ പറഞ്ഞു, ഞാൻ വിജയപുരം ഗ്രാമപഞ്ചായത്തുണ്ട്, കോട്ടയം ജില്ലയിൽ. അത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. മണർകാടാണ് വിജയപുരം ഗ്രാമപഞ്ചായത്ത് വരുന്നത്. അവിടെയാണ് എൻ്റെ ഓഫീസ്. ഈ വിജയപുരം ഇവിടെ നമുക്കറിയത്തില്ല. ഇത് മണർകാടാണ് പഞ്ചായത്ത് ഓഫീസും സംവിധാനങ്ങളും. അപ്പം മണർകാട് തന്നെയായിരുന്നു മറുനാടിൻ്റെ ആദ്യത്തെ ഓഫീസ് കേരളത്തിൽ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു പയ്യനെ ഈ ഫർണിഷിങ്ങിന് ഏൽപ്പിച്ചു. ഏൽപ്പിച്ചപ്പം അവനറിയത്തില്ല ഇത് എൻ്റെ ആണോ വേറെ ആരാണ്. നമ്മൾ മാത്രമല്ല, ആദ്യം വന്നപ്പോൾ നമ്മുടെ ആണെന്നും പറയാൻ പോയില്ല, കാരണം ഈ കാശൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പം അവൻ എന്നെ വന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട്, സാറേ ഫർണിഷിങ്ങിൻ്റെ എല്ലാം പ്ലാൻ ഇട്ടിട്ട് 2 കോട്ട് തന്നു, കൂടിയൊരു കോട്ടും കുറഞ്ഞൊരു കോട്ടും. ഞാൻ ചെയ്ത് എന്തോടെ 2 കോട്ട്? അത് ഞങ്ങൾ പഞ്ചായത്തിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, കൂടിയ കോട്ട് ചെയ്യും, എന്നിട്ട് പെട്ടെന്ന് മോശം മെറ്റീരിയൽ ഇട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് അവരുടെ നിബന്ധന. അതായത് ഈ കൂടിയ കൂട്ടിട്ട് മാത്രമേ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റൂ. അപ്പം ഞാൻ പറഞ്ഞത് അയാൾക്ക് വേണ്ടത് നമ്മളതാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് സത്യം അത് പറയുന്നത്. അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ കൂടിയ റേറ്റ് പഞ്ചായത്തിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ ഇവന് അതിൽ അപ്പം കമ്മീഷൻ കൊടുക്കണേ, അതുകൂടി ഇവർ മേടിച്ച് തരുക, കൈക്കൂലി കൊടുക്കണേല്.
ഇത് മാത്രമല്ല നിർബന്ധമാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് പോകുന്ന സാധനമായിട്ട് ചെയ്യുക, കാരണം വീണ്ടും ചെയ്യിപ്പിക്കണ്ടേ. പെർമനന്റോടെ കിടന്നാൽ വരെ നന്നാക്കാൻ പറ്റില്ല. നന്നാക്കാൻ നമ്മുടെ MLA-മാർ മറ്റേ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി പൊളിഞ്ഞ് കിടക്കുന്നത്. അതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, അതേ രീതിയിലാണ് ഇത് പലപ്പോഴും. അതുപോലെ ഈ ബാങ്കുകളിൽ എല്ലായിടത്തും ഉണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു സഹകരണ ബാങ്കിൽ ഈ നോട്ട് എണ്ണുന്ന മെഷീൻ കൊണ്ടു കൊടുത്തു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, കൊടുക്കുന്ന പയ്യൻ എന്നോട് പറഞ്ഞു, ഈ ബാങ്കിൻ്റെ സെക്രട്ടറി പറയും വില കൂട്ടിത്തരണം. ഒറിജിനൽ വില എന്ന് പറയുന്നത് 1 ലക്ഷമാണെങ്കിൽ 1.5 ലക്ഷം വയ്ക്കണം, 1.5 ലക്ഷം വെക്കണം. അപ്പോഴേ അതിൻ്റെ അകത്തുനിന്ന് കമ്മീഷൻ കൊടുക്കത്തുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പം ഇവിടെ എന്താ ചോദിച്ചാൽ ഈ ടീകോമിന് എത്ര കിട്ടിയാലും ലാഭമാണ്. അവർ നഷ്ടപരിഹാരം ചോദിച്ചിട്ടില്ല. അതാണ് ചോദിക്കാത്ത നഷ്ടപരിഹാരം നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അവർക്കിപ്പോൾ ഒരു 1000 കോടി രൂപ തരാമെന്ന് പറയാമെന്ന് വെച്ചോളൂ, അല്ലെ ഒരു 500 കോടി കൊടുക്കും. ഈ 500 കോടിയിൽ പകുതി നിങ്ങൾക്ക് പകുതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇതെവിടെ ഇരിക്കുന്നത്? എളുപ്പമാ. ദുബായിലല്ലേ ഇത്? ഇവിടെ അവിടെ അല്ലേ? ഇത് മൊത്തം കൊടുത്തിട്ട് അവിടുന്ന് മേടിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പൈസ കിട്ടുകൊടുത്താൽ എളുപ്പമല്ലേ? അത് വലിയ അഴിമതി, വലിയ തട്ടിപ്പ്. ഇനി അതൊരു വശം. ഇത് അവിശ്വസനീയമാണ് ശരിക്കും പറഞ്ഞാലേ. ഇങ്ങോട്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം. ഇനി രണ്ടാമത്തേത്, അത് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തേത് 236 ഏക്കർ ഭൂമി കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഫ്രീ ആയി കിട്ടുക. ഇപ്പൊ കാക്കനാട് പണ്ടത്തെ പോലെയല്ല, വൻ ഭൂമി വരെ. അപ്പൊ ഈ ഭൂമി ഇനി മറിച്ചു കൊടുക്കാം. സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയാണ്. ഇത് കൊടുക്കുന്ന കമ്മീഷനോ? അപ്പം അവിടെ വലിയ വൻകിട മുതലാളിമാർ, നന്മ മരങ്ങൾ, മറ്റേ കോവളം കൊട്ടാരം എഴുതി കൊടുത്ത ടീം ഓർമ്മയുണ്ടല്ലോ, ഹാൽസ്യം പാലസ്. ആ തരത്തിലുള്ള ആൾക്കാരെല്ലാം രംഗത്ത് വരും. ഇവർക്കൊക്കെ വീതം കൊടുക്കും. ഇതിനു മുമ്പ് തന്നെ ഇവന്മാരൊരു കാര്യം ചോദിച്ചിരുന്നു. ഈ ടീകോംകാർ ഇത് ഫ്രീ ഹോൾഡ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് ഈ സെസ് ഏർപ്പെടുത്തിയിരിക്കുകയുള്ളൂ. അതായത് ഈ പ്രത്യേക സാമ്പത്തിക എക്കണോമിക് സോൺ. ഈ സെസ് സോണിലെ കേന്ദ്ര വിജ്ഞാപനം വഴിയാകുന്നത്. അതുകൊണ്ട് അത് പാട്ടത്തിനെ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പാട്ടത്തിന് കൊടുത്ത കാശ് അവിടെ കാണുമല്ലോ, 100 കോടിയും പാട്ടത്തിന് കൊടുത്ത് അത് കിട്ടി കാണത്തില്ലായിരിക്കും. പാട്ടം എടുക്കുമ്പോൾ പാട്ടത്തിന് പണം അടയ്ക്കണം. അതെ. അപ്പം ഈ പറയുന്ന ഇത് മറിച്ച് വയ്ക്കുക, റിയൽ എസ്റ്റേറ്റുകാർ കൊടുക്കുക. ഇതിനിടയ്ക്ക് പലരും അത് വന്ന് മേടിക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നു. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഇതിൻ്റെ പ്ലാൻ എന്നാന്ന് വെച്ചാൽ ഇത് ഇവർക്ക് താല്പര്യമുള്ള പല ആളുകളും ഇതിൻ്റെ അകത്ത് ചില ആളുകൾ വന്ന് വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ബഹളമൊക്കെ മാധ്യമങ്ങളിലുണ്ടല്ലോ. പക്ഷെ നോക്കിക്കോ, ഈ ബഹളം പതിയെ നിന്ന് പോകും. എനിക്ക് ഉറപ്പാണ്. മധ്യസ്ഥമായ രംഗത്തെത്തും. മധ്യസ്ഥന്മാരൊന്നുമല്ല, ഇതിലെ വലിയ ചില നന്മ മരങ്ങൾ അവിടേക്ക് രംഗപ്രവേശം ചെയ്യും. ഈ നന്മ മരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നവരായിരിക്കും എന്ന് അവകാശപ്പെടുന്നവരായിരിക്കും. ഈ നന്മമരമില്ലെങ്കിൽ ഈ നാട് ശ്വാസം മുട്ടെന്ന് പറയുന്നവരായിരിക്കും. അവർ ഞാൻ നിങ്ങളെ സഹായിക്കാം, അപ്പോൾ ആ ടീകോം പോയല്ലോ, ഇത് വെറുതെ കിടക്കുവാണല്ലോ, ഞാൻ എടുത്തേക്കാം എന്ന് പറഞ്ഞ് അവർ വരുമ്പം ഇതങ്ങോട്ട് കൊടുക്കുമ്പോൾ പ്രതിപക്ഷവും നിശബ്ദരാവും, മാധ്യമങ്ങൾ നിശബ്ദരാവും, BJP നിശബ്ദമാവും, കോൺഗ്രസും CPM എല്ലാവരും നിശബ്ദമാവും. നന്മമരം ഇതും കൊണ്ടുപോകും. പിന്നീട് നന്മമരത്തിൻ്റെ നാടിനെക്കുറിച്ചുള്ള വലിയ മറ്റേ കരുതലിനെക്കുറിച്ച് വാഴ്ത്തുപാട്ടുകൾ വരും, ഇടപാടുകൾ. ഇതിവിടെ നടക്കാൻ പോകുന്നത് ഈ നന്മ മരങ്ങൾ, ഒരുപാട് നന്മ മരങ്ങൾ നാട്ടിലുണ്ട്. ഈ ചില നന്മ മരങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ അഴിമതിയുടെ ഇടനിലക്കാർ. അവരുണ്ടാക്കുന്ന ഇത് നോക്കിക്കോ. ഇതിപ്പോൾ ഈ ബഹളം എന്ന് പറയുന്നത് ഈ നന്മ മരങ്ങൾ പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ടാണ്. നന്മ മരങ്ങൾ പിന്നാമ്പുറത്തിരിക്കും. പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, പ്രത്യക്ഷപ്പെടാൻ പറ്റും. ഇതിപ്പം പലരും ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പുറത്ത് വെക്കുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിർമ്മാണം മതി, അവർക്ക് വേറെ അല്ലാതെ അവിടെ കിട്ടപ്പെടുന്ന അവർക്ക് പ്രത്യേകിച്ച് ബഹളം വെക്കേണ്ട കാര്യമില്ല. അത് പിണറായി അല്ല, ഇനിയിപ്പോൾ VD സതീശൻ വന്നാൽ അവർക്ക് സർക്കാർ ടെൻഡർ വിളിക്കാതെ അവർക്ക് വർക്ക് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കിട്ടും. അതുകൊണ്ട് ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്, കമ്മീഷനാണ്. ഇതിൻ്റെയൊക്കെ ബഹളത്തിനൊടുവിൽ ഒത്തുതീർപ്പ് നന്മമരങ്ങളെത്തും. നന്മമരങ്ങൾ എത്തുന്നതോടെ എല്ലാവരും നിശബ്ദരാകും, അത് പോകും. ഇങ്ങനെ എന്തെല്ലാം സ്ഥലങ്ങൾ, എവിടെയെല്ലാം പബ്ലിക് റോഡ് പോലും ചില നന്മമരങ്ങൾക്ക് വേണ്ടി മുറിച്ചു കൊടുത്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭൂമിയൊക്കെ ചെറിയ പൈസയ്ക്ക് എഴുതി കൊടുക്കും. പക്ഷെ ആരും മിണ്ടത്തില്ല. കോവളം കൊട്ടാരം മാത്രം മതി ഒരു നന്മമരം വാങ്ങിയ കഥ അറിയാൻ. അതറിയാം. ആ ഹോട്ടലാണ് കൊടുത്തത്. ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടമാണ്. അല്ല, രാജ്മോഹൻ ഈ ലീലയിരിക്കുന്ന ഹോട്ടലെ പഴയ അശോക ഈ അശോകയെ മാത്രമാണ് കേന്ദ്ര സർക്കാർ കൊടുത്തത്. ഹൽസ്യം പാലസ് കൊടുത്തിട്ടില്ല. ആ പട്ടയത്തിൽ ഉള്ളതല്ല പാലസ്. പക്ഷേ പിന്നീട് വാങ്ങിയവർ ഈ പാലസും ഞങ്ങളുടെയാണെന്ന് പറഞ്ഞപ്പം ശരി എഴുതി കൊടുത്തോളാം പറഞ്ഞു. അതിന് ഇടതുപക്ഷം CPM UDF LDF ഒരുമിച്ച് യോഗം ചേർന്നിട്ട് എതിർപ്പില്ലാമെന്ന് എഴുതി കൊടുത്തു. സ്വാഭാവികം മാത്രം. കാരണം ഇത്തരക്കാർ വരുമ്പോഴേ ഇവർക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ. ഇവരെ പലരുടെ മക്കളെ ജോലി പോകല്ലെങ്കിൽ ഇവർ പലരും ഇവരുടെ എല്ലാ മക്കൾ വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് വലിയ വലിയ സ്ഥാപനങ്ങൾ നിൽക്കുവാണ്. അതല്ല, ഇവരുടെയൊക്കെ മക്കളും മരുമക്കളുമൊക്കെ ഇവർ കൊടുത്തിരിക്കുന്ന വലിയ കോടിയുടെ അക്കമഡേഷനാണ് താമസിക്കുന്നത്.
ഇവരുടെ എല്ലാ കള്ളപ്പണ ഇടപാടുകൾക്കും ഇടനില നിൽക്കുന്നതും ഇതെല്ലാം സ്മൂത്തായിട്ട് കൊണ്ടിരുന്ന ഈ പറയുന്ന നന്മമരങ്ങളാണ്. അപ്പോൾ ഈ നന്മമരങ്ങളെ പിണക്കി ഒരു കാര്യമില്ല. എല്ലാവർക്കും, അത് മാത്രമല്ല അതൊരു CPM മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. BJPക്കാരും കോൺഗ്രസ്സുകാരും അടക്കം സകലരും ഈ നന്മമരങ്ങളുടെ ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ലല്ലോ, ഒരു ചോദ്യമില്ല. അവർ വാഴ്ത്തുപാട്ട് പാടി അവർ അപ്പോഴും അംഗീകരിക്കും. ഇത് നമ്മുടെ നാഷണൽ ഹൈവേ കൂടെ പോകുമ്പോൾ എറണാകുളം വരെ തിരുവനന്തപുരത്ത് നിന്ന് പോകുകയാണെങ്കിൽ എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി അടഞ്ഞു കിടപ്പുണ്ട്. എത്ര ചേർത്തല ഭാഗത്തൊക്കെ എത്രമാത്രം സ്ഥലം അവിടെ കിടപ്പുണ്ട്. ആ സ്ഥലം ഒന്നും ഇവർക്ക് ഒന്ന് റിനോവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്ഥലം കൊടുക്കാനോ ഒന്നും ഇവർ ശ്രമിച്ചിട്ടേ ഇല്ല. കാക്കനാട് പോലെയുള്ള ഇപ്പോൾ ഏറ്റവും കച്ചവടം മൂല്യമുള്ള ഒരു സ്ഥലത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള ടെക്നോ പാർക്ക് പോലെയുള്ള ഒരു സാധനം വരുമ്പം അവിടത്തേക്ക് എന്ത് താല്പര്യമാണ് കാണിക്കുന്നത് ആലോചിച്ച് നോക്കും നമ്മൾ. എന്നെ ചെയ്യാൻ രാജ്മോഹൻ, ഇതാണ് നമ്മുടെ നാട്ടിനെ നമ്മൾ ഈ പാവങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നമ്മൾ കിട്ടുന്ന കാശിൻ്റെ നികുതി അടച്ച് നമ്മൾ ഇവന്മാരോട് മല്ലിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു. എന്നിട്ട് നമ്മുടെ പേര് കള്ളക്കേസ് എടുത്തും നോട്ടീസ് അയക്കും, നാണം കെടുത്തും. ഇവിടെ PP ദിവ്യയ്ക്ക് ആരെയും കൊല്ലാം, ഒരു കുഴപ്പമില്ല. ഇവിടെ സർക്കാരിൻ്റെ ഏത് പൊതുമേഖലാ സ്ഥാപനത്തെ എന്ത് സാധനവും വിറ്റ് തിന്നാം, ഏത് സ്ഥലവും കൊടുക്കാം, എങ്ങനെയും കമ്മീഷൻ റോഡ് കയറി സ്റ്റേജ് കെട്ടിയിട്ട് നിങ്ങൾ റോഡ് കൂടെ അപ്പുറത്തോടെ പൊയ്ക്കൊണ്ടാൽ മതിയെന്ന് ഭരണഘടനയെ പുച്ഛിക്കാം മന്ത്രിക്ക്. ഇത് ഭയങ്കര വല്ലാത്തൊരു കാലമാണ്. ഈ ദുരന്ത ഭരണം ഏറെ വൈകാതെ അവസാനിക്കും, 1.5 അവസാനിക്കുമെന്നൊരു പ്രതീക്ഷ മാത്രമാണ് ബാക്കി. ഇനി അധികകാലം ഈ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇത്തരം കേട്ടുകളി പോലും ഇല്ലാത്ത ഇത്തരം ഭൂമി ഇടപാടുകൾ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നഷ്ടപരിഹാരം ചോദിക്കാത്ത ഒരാളോട് നിങ്ങൾ നഷ്ടപരിഹാരം ഞങ്ങൾ അങ്ങോട്ട് തരാമെന്ന് പറയുകയാണ്. എന്തായാലും 1.5 കൊല്ലം കൊണ്ട് ഇത് അവസാനിക്കട്ടെ. ഇനി ഇങ്ങനൊരു ദുരന്തം ഈ നാട് കാണാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.